ആദരിക്കേണ്ടതിനെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ പാദം ചുംബിച്ച അസ്ഹാബ് റസൂലില്ലാഹ്, ആ റസൂലിന്റെ റസൂലുകളായി കടന്നു വന്ന മശായിഖന്മാർ, ആ മശായിഖന്മാരെ എന്റെ കാല് ചുംബിച്ചാൽ അവൻ സ്വർഗമുണ്ട് എന്ന് പ്രഖ്യാപിച്ച മശായിഖന്മാരുടെ രാജാക്കന്മാരില്ലേ ഇവിടെ? എന്ത് പഠിച്ചു സുഹരി? നിങ്ങൾ എങ്ങനെ സുഹരിയായത്? നിങ്ങൾ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തോ? ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഇങ്ങനെ പൊലിപ്പിക്കാൻ വേണ്ടി എന്ത് നടന്നാലും തൊട്ടാലും അങ്ങണ്ടറിഞ്ഞാലും ഇങ്ങണ്ടറിഞ്ഞാലും ഒക്കെ വീഡിയോ ഉണ്ടാക്കിയിട്ടോ, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ മശായിഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക്, സുന്നത്തി ജമാഅത്തിന്റെ വിഷയത്തിലേക്ക് കടന്നു വരരുത്, വിഡ്ഢിത്തം വിളമ്പരുത്, സുന്നി വിരുദ്ധത പ്രചരിപ്പിക്കരുത്. കടം വീടാൻ വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലണ വിഷയം വന്നപ്പോ അതിന് ഇയാൾ പരിഹസിക്കുക. കടം വീടാൻ വേണ്ടി ദിക്ർ ചൊല്ലിയിട്ട് ദിക്ർ മാത്രം ചൊല്ലുക, അങ്ങനെ കുത്തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കടം വീടുന്ന ആരെങ്കിലും പറഞ്ഞോ? അതിനുള്ള വഴികൾ തുറന്നു തരാൻ അതൊരു സഹായകമാണ്. ആരെയാണടോ സുഹരി നീ പിൻപറ്റുന്നത്? ഞാൻ AP ഗ്രൂപ്പുകാരനാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു എന്നല്ലേ നീ പറയുന്നത്? നീ ഏത് AP സുന്നിയ? AP ഉസ്താദില്ലാത്ത AP സുന്നി, ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ ഇല്ലാത്ത AP സുന്നി. എടാ, ഉള്ളാള് തങ്ങൾ ഓരോ മജ്ലിസിലും കടം വീടാനുള്ള സ്വലാത്ത് എത്ര സ്ഥലത്ത് പരസ്യമായി ജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ പരസ്യമായി ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ നൽകുന്നുണ്ട്? എത്ര സ്ഥലത്ത് നൽകിയിട്ടുണ്ട്? ആ സ്വലാത്ത് ചൊല്ലി അതിന്റെ ബറക്കത്ത് കൊണ്ട് കടം വീടാനുള്ള വഴികൾ എളുപ്പമായ സംഭവങ്ങളില്ലേ? അതിനെയും വിമർശിക്കുകയാണ് ഈ ചങ്ങാതി. ഇവനക്ക് സുന്നി വിരുദ്ധത തലക്ക് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ മാന്യമായ ഭാഷയിൽ പറയുന്നു, ആദരിക്കേണ്ടതിനെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക. അതാണ് അഹ്ലുസുന്ന. അല്ല, അതും മാത്രമാണ് അഹ്ലുസുന്ന. അത് വിശ്വസിക്കുന്നവരെ അഹ്ലുസുന്നയായി അംഗീകരിക്കാൻ പറ്റൂ, അവരെ മാത്രമേ അഹ്ലുസുന്നയായി അംഗീകരിക്കാൻ പറ്റൂ. അല്ലാത്തവർ എത്ര നിസ്കരിച്ചിട്ടുണ്ടാ, എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടെന്താ, അതിന്റെയൊക്കെ അടിസ്ഥാനം അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. മുത്ത് റസൂലിനെ അനാദരിച്ചപ്പോ എന്തുണ്ടായിട്ടും കാര്യമില്ല, എല്ലാം നിഷ്ഫലമായി. അബ്ദുല്ലാഹി ഇബ്നു സലൂൽ അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരവൽക്കരിച്ച് നിന്ദിച്ച് തരം താഴ്ത്തിയപ്പോ അവന്റെ നിസ്കാരം വേണ്ട, അവന്റെ ഖുർആനോത്ത് വേണ്ട, അവന്റെ ഇത്തികാഫ് വേണ്ട, അവന്റെ നോമ്പ് വേണ്ട, അവന്റെ ഹജ്ജ് വേണ്ട, ഒന്നും ഫലമില്ല. അപ്പം മശായിഖന്മാരെ അതിനനക്ക് ചാത്തപ്പനെന്ത് മശറ, കുറുമ്പക്കെന്ത് ഖുർആന്, കുമാരനെന്ത് കുൽഹു അല്ലാ, സുഹരിക്കെന്ത് മശായിഖ്? ഓനക്ക് ഇതിനെപ്പറ്റിയിട്ട് തലിംവാലുമില്ലല്ലോ. ഞങ്ങളെ സാവിയയിൽ ഞങ്ങളെ മശായിഖന്മാര്, എടാ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന അവരാ മഹബത്തിന്റെ ലോക, നിങ്ങളിങ്ങനെ വീർപ്പിച്ചിരുന്നോളെ. അവരാ മശായിഖന്മാരെ പ്രണയിക്കുന്ന ആ വലിയ മഹബത്തിന്റെ ലോകത്തുള്ള ഉത്തരേന്ത്യയിലെ സഹോദരങ്ങൾ ഞങ്ങളെ സാവിയത്തു സൂഫിയയിൽ വന്നു, മടവൂർ ശൈഖുനയുടെ ഉറൂസില്. അവരിങ്ങോട്ട് വന്നിട്ട് അവരെ സ്നേഹിക്കുന്ന മശായിഖന്മാരെ കണ്ടാൽ അവരുടെ ഒരു ശൈലിയാണ്, നേരെ അവര് കാലുമുത്തും. അത് മുത്തല് കാണുമ്പോ അനക്ക് ബേജാറായിട്ട് കാര്യമില്ല ചങ്ങായി, അനക്കതിന് തൗഫീഖില്ല. ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ ഹൃത്തായ ജീവന്റെ തുടിപ്പായ മഹാനരായ മടവൂർ ശൈഖുന ഈ കാലഘട്ടത്തിന്റെ വരദാനമായി സമ്മാനിച്ച നിങ്ങളുടെയൊക്കെ ഈ വഹാബീസത്തെ തത്തു തകർത്ത് തരിപ്പണമാക്കി യഥാർത്ഥ അഹ്ലുസുന്നയുടെ വെന്നിക്കൊടിക്കൂറ ഈ സമൂഹത്തിൽ പാറിപ്പറപ്പിക്കാൻ വേണ്ടി നിയോഗിതരായ കാലത്തിന്റെ മുഹിയദ്ദീനായ ഞങ്ങളുടെ വന്യരായ ശൈഖുന, ആ ശൈഖുനായുടെ കാല് ചുംബിക്കാൻ പോട്ടടോ. ആ ശൈഖുന നടന്നു നീങ്ങിയ അവിടത്തെ പാദസ്പർശനമേറ്റ അനുഗ്രഹീതമായ ഒരു മണൽത്തരി പോലും ചുംബിക്കാൻ നിനക്ക് യോഗ്യതയില്ല. അതിന് മഹബ്ബത്തുള്ള മശായിഖുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വേണം. അതാണ് ദീന്, അതാണ് സുന്നത്ത് ജമാഅത്ത്. മശായിഖന്മാരെ മഹബ്ബത്ത് വെക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഫസയകൂനു ഖുലഫാ, എന്റെ പ്രിയപ്പെട്ട ഖലീഫമാര് വരാനുണ്ട്. അവര് വരുമ്പോ എന്താ ചെയ്യേണ്ടത്? സഹാബത്ത് ചോദിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുന്നു, ഞാൻ വന്നപ്പോൾ എന്താണോ നിങ്ങൾ എന്നോട് ചെയ്തത് അത് അവര് വരുമ്പോ അങ്ങനത്തെ ആളുകൾ അവരോട് ചെയ്യണം.
അതാണ് ആ റസൂലുള്ളാഹി തങ്ങളുടെ പിന്തുടർച്ചക്കാരായ ഞങ്ങളെ മശായിഖന്മാർ. അവര് വരുമ്പോ ഞങ്ങളത് ചെയ്യും, നീ കണ്ടത് കൂട്ടിക്കോ, നിനക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ മൂത്തൂ ബിഗൈളിക്കും എന്നു മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി.